ഇനി വെള്ളം കയറാതിരിക്കാനായിട്ടേ നമുക്കിത് മാത്രം ചെയ്യാനായിട്ടാകും. ഇതേപോലെ ചേട്ടാ പൊട്ടിക്കാൻ കിട്ടുള്ളൂ. ഒരു കുഞ്ഞേ മുരിങ്ങയുടെ കൊമ്പൊക്കെ വെട്ടാറായിട്ടുണ്ട്. ഒരു വട്ടം മുരിങ്ങക്കായ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ. ഇന്നെനിക്ക് ചപ്പാത്തിയും ചാളക്കറിയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ വിചാരിച്ചത് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇന്നലെ തന്നെ ചാളക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചാളക്കറിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ പുട്ടും കടലായിരുന്നേ. അപ്പോൾ മക്കൾ പറയണു ഇന്ന് ചപ്പാത്തിയും ചാളക്കറി മതിയെന്ന്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട്. കാരണം എന്താണെന്ന് അറിയാം, ചപ്പാത്തി അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും രാത്രിയിലേക്ക് ആയല്ലോ. അപ്പോൾ ഇതാ ഇന്നലെ തന്നെ ചാളക്കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടോ, ഇന്നലെ രാത്രി വെച്ച് വെച്ചതാ. കണ്ട നല്ല മണമാണ് കേട്ടോ ഈ ചട്ടി ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ. രാവിലത്തെ എന്താ പറയുക ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങണം. അതിന് പറമ്പിലേക്ക് ഇപ്പോൾ ഇറങ്ങുമ്പോഴേ പഴയ പോലെയല്ല, ഒറ്റ കാര്യം പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല കേട്ടാ. മഴ ഏത് സമയത്ത് വരാതെ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ നല്ലൊരു വെയിലുദിച്ച പോലെയായിട്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. നല്ല പൊളച്ച ചപ്പാത്തിയാണ് കേട്ടോ നമ്മുടെ. ഞാൻ അന്ന് യൂണിക് ഫാമിലി 2.0 പാചകം ഇട്ടുണ്ടായിരുന്നല്ലോ ചപ്പാത്തിയുടെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ അടുപ്പത്തെ ചൂട്, നല്ല ചൂടിന് നല്ല ചൂടും കൂടി കിട്ടുകയാണെങ്കിൽ ചപ്പാത്തി നന്നായിട്ട് പൊളച്ച് വരും. കുഴപ്പിന് ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതാ നേരെ പറമ്പിലേക്ക് പോകാനാണ്. പിന്നെ നോക്കിയേ നമ്മുടെ അംബ്രൂസും പേളിക്കുട്ടിയും ടൈസും കൂട്ടനൊക്കെ നോക്കി നല്ല നിരീക്ഷണത്തിലാട്ടോ. എവിടേക്കാണോ എന്തെങ്കിലും കൂട്ടം കൂടി ഇങ്ങനെ വല്ല ചവറോ അല്ലെങ്കിൽ പുല്ലൊക്കെ നിൽക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് പ്രത്യേകം നോക്കൂട്ടാ അവർ. ഇതേ നമ്മളുണ്ടല്ലോ നമ്മുടെ കൊത്തമ്പരിയാണ് ഇത്. കൊത്തമ്പരയുടെയൊക്കെ ഹൈറ്റ് കണ്ട അതിൻ്റെക്കാളൊക്കെ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കൊള്ളിത്തറിക്കും കഷ്ണങ്ങളാക്കിയിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ വലുതായി വരുന്നതിനനുസരിച്ച് അത് പറ്റാണ്ടായി. ഹൈറ്റാണ് ഭയങ്കരമായി. പിന്നെ ഈ കാറ്റും മഴയില്ലേ, അപ്പോൾ ഇങ്ങനെ വരും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയൊരു കാര്യം കൂടി ചെയ്യാണ്. 2 സൈഡിലേക്ക് ഇട്ട് മുള വെച്ച് കെട്ടിയിട്ടേ അതുമ്മ കയറ് വെച്ച് കെട്ടിയിട്ട് അതുമ്മ ഇടയിൽ കയറ് കെട്ടി കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഷായിട്ട് മുള കുഴിച്ചിട്ട് തന്നിട്ട് ഷായിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവും. നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ട്. എനിക്ക് പക്ഷേ ആ സമയം കൊണ്ട് ഇതിൻ്റെ കയറൊക്കെ കെട്ടാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിനായിട്ട് ഇന്നത്തെ ആദ്യം തന്നെ നമ്മൾ ഈ പറമ്പിലൊന്നും ചെയ്യണത്. പിന്നെ ഒരു കഴിഞ്ഞ ആഴ്ച തൊട്ട് എന്നൊന്ന് പറയണ പോലെ മഴയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അപ്പം മഴ പെയ്യും. അങ്ങനെയായിട്ട് നിൽക്കണേ. അപ്പോൾ ഇപ്പോഴും മഴക്കാറൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വേഗം പോന്നിട്ടുള്ളത് ഞങ്ങൾ. കോട്ടയും സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് വന്നത്. നമ്മളിങ്ങനെ ഈ മുള ഉറപ്പിക്കുമ്പോഴില്ലേ ഇതിൽ നല്ല എന്താ പറയുക കല്ലുകളിടും. ആ കല്ലുകളുമെയാണ് ഷേട്ട് ഇങ്ങനെ കുത്തി ഇറക്കണത്. ആയിട്ടിരിക്കും ബലായി ഒന്ന്, അല്ലെങ്കിൽ അത് വീഴും എന്ന് വെച്ചാൽ നനഞ്ഞ് കുതിർന്ന് എടുക്കല അടിഭാഗം. നമ്മുടെ ഇനി ഇത് കെട്ടാനുള്ള ബലായിണ്ട് ഇവന്. ആണോ, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി കയറ് കെട്ടിയിട്ട് ആക്കിയോളേ. അപ്പം ഇവിടെ കാര്യത്തിന് പോവാം. ടൈസും കുട്ടാ അവനിങ്ങനെ നടക്കണ നോക്കിയേ. 3 പേര് 3 ഭാഗത്തേക്കാണ് നടക്കണേ അല്ലേ ഷായിട്ടാ. ഒരാൾ അങ്ങോട്ട് പോയി, ഒരാൾ ഇങ്ങോട്ട് പോയി, ഒരാൾ അങ്ങോട്ട് പോയി. എന്താ അന്വേഷണം അവൻ്റെ. നമ്മുടെ ഇതിമേ കൊത്തമരയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ കൊത്തമര കെട്ടണേൻ്റെ ഇടയിൽ കുറച്ച് ചീരകളൊക്കെ ഉണ്ട്. അതൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാം. അപ്പോൾ കുറേ നാളെ ഉണ്ട് കോഴികൾക്ക് ചീരയൊന്നും ഇല്ലാണ്ട്. പിന്നെ ഇവിടുത്തെ ഈ അമര നമ്മുടെ പോയിട്ടാ. ആ 4 അമര അങ്ങോട്ടൊക്കെ പടർന്ന് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉണ്ടായില്ലേ, അമര എന്തോരം പൂവിട്ടതാണെന്നറിയോ. പക്ഷേ മഴയേ വേനലിൽ നമുക്ക് പച്ചക്കറികൾ ഉണ്ടായി കിട്ടുന്ന പോലെ വർഷക്കാലം ആകുമ്പോൾ ഉണ്ടായേ കിട്ടില്ല. നമ്മൾ എത്ര നോക്കിയാലും കാര്യമില്ല. കുറേ പൂവിടും തന്നെ കൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ കുത്തി കൊടുത്തതല്ലേ.
നമ്മുടെ ഇതാ പറയുക കൊള്ളിത്തറിയുടെ കണ്ട അതൊന്നും ഒരു കാര്യമില്ല. ഇത് നല്ല ഹൈറ്റ് വെച്ച് പോയില്ലേ. അപ്പോൾ ഇടയിൽ ഓരോ ചീരക്കടി ഉള്ളതൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞിട്ടെ. നമ്മുടെ കാര്യം പറഞ്ഞപ്പോലെ ചീരയുള്ള അപ്പോൾ നമുക്കിങ്ങനെ ദിവസം ചീരയല്ലേ. ഇപ്പോൾ ഒരു കട അയ്യോ ഒടിഞ്ഞെന്ന് വെച്ച് ഞാനത് കണ്ടോ, അതിൻ്റെ കൈ തട്ടി വയ്ക്കാതെ വീണു. നമുക്ക് ചീരയുള്ള സമയത്ത് ഒരു വിലയില്ലാത്ത പോലെയാണ്. ഇപ്പോൾ ഒരു ചീര കിട്ടുമ്പോൾ നമുക്കും ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് കോഴികൾക്കും ഇപ്പോൾ. ഇനിയുള്ള ചീരയാണേ നമുക്ക് ഇവരെ കെട്ടിയതിന് ശേഷം അരിയാം. ചിലപ്പോൾ ചീരേമിക്കാണ് താങ്ങായിട്ട് നിൽക്കണവർ. മഴക്കാലത്തൊക്കെ ഉണ്ടായി കിട്ടുന്ന ആളാണ് നമ്മുടെ കൊത്തമര. അപ്പോൾ ഇവരൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതോ എന്താ പറയുക കുറേ മാസങ്ങളോളം ഉണ്ടാവും ചെയ്യും കൊത്തമര ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ. കഴിഞ്ഞ വർഷം നമുക്ക് ദൂരം നാളെന്ന് പറയും കൊത്തമരയ്ക്ക് പൊട്ടിക്കാൻ കിട്ടിയ. ഇപ്പം നമ്മളിതാ ഷായിട്ട് ഇവിടെ ഒരു കയറ് കെട്ടി, ഞാനും ഇവിടെ ഒരു കയറ് കെട്ടി. ഇനി ഇവരൊക്കെ ചെരിഞ്ഞെടുക്കുക. ഈ ചെരിഞ്ഞ രീതിയിൽ ഇനിയായിട്ട് അവരെ കെട്ടി വരണേ. കാരണം ഇവരെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ നീണ്ടുപോയപ്പോൾ ഇങ്ങനെ കയറുമിക്ക് കെട്ടിയിട്ട് പിന്നെ വലുതായി വരുന്നതനുസരിച്ച് നമുക്ക് പതുക്കെ ചിറ്റി കൊടുക്കുക ചെയ്ത് നോക്കണേ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ നാൾ പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യണേ. ഇനി നമ്മൾ വാഴവള്ളി ഉപയോഗിച്ച് മാത്രമാണ് ഇവരെ കെട്ടുള്ളൂ കേട്ടോ. ഈ കൊത്താമരമ്മ കണ്ട പൂവെന്ന് അറിയണ കണ്ടോ. നമ്മൾ നോക്കി നോക്കട്ടെ, ഒരു 2 ആഴ്ച കഴിപ്പിക്ക് ഇതുമ്മ കായ തുടങ്ങും. ഇവരെ നിവർത്തണമൊന്നും ഇല്ലാട്ടോ. നമ്മൾ ഇവരുടെ ചെരുവിനനുസരിച്ച് തന്നെ ആക്കി കൊടുക്കുക. ഇവരെ കടക്കിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കും ഷായിട്ട്. അത്രേ ചെയ്യുള്ളൂ. നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടാവില്ലേ, അതേപോലെയാ. ഭയങ്കര സൗണ്ടാ. എല്ലാവരും കെട്ടി. ഒരാൾ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോരൊന്ന് ഇങ്ങോട്ട് ചാച്ചി വെച്ച് കെട്ടാൻ പോവാ. ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടാണെങ്കിൽ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട പോവേ. അപ്പം ഇങ്ങനെ പതുക്കെ കെട്ടി കൊടുക്കട്ടെ. ആദ്യം ഞാൻ കെട്ടണ്ടെന്ന് വിചാരിച്ചു, പിന്നെ എനിക്കൊരു ഡൗട്ട്, വേണ്ട കെട്ടാന്ന്. അപ്പോൾ നോക്കിയേ കണ്ടോ, നമ്മുടെ കൊത്തമര കെട്ടി വന്നപ്പോൾ നല്ല ഭംഗിയായില്ലേ. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ കൊത്തമരയ്ക്ക് ഇതിമയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അവർ ആ വീട് കിടന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ട് വന്നതാണ്. ഇതിമയ്ക്ക് നോക്കിയോട്ടെ, നിറയെ കൊത്തമരയായി വരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടോ. ഇപ്പോൾ ഇതാ ഇതൊക്കെ ഇവിടെയെങ്കിലും കണ്ട ഇതൊക്കെ ഇനി നല്ലോണം നന്നാവും കേട്ടാ. മഴയൊന്നും കൊത്തമരയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ. കണ്ട ഇപ്പോൾ നോക്കിയാൽ ആ ഒരു കടയും പിന്നെ ഇത് നോക്കിയേ, ഇത് കണ്ടോ, നല്ല നീളത്തിലുള്ള നല്ല കൊത്തമര ഉണ്ടാവും നമുക്ക്. ഇത് നോക്കിയേ കണ്ടോ, നല്ല കൊത്തമരകളുണ്ടാവും. അപ്പം ഞാൻ ഈ കൊത്തമരകളൊക്കെ പൊട്ടിക്കാറായതാ. അതേപോലെ നമുക്ക് അവിടെയുണ്ട് കുറച്ച് കൊത്തമര പൊട്ടിക്കുക. പോകും വഴിക്ക് അതൊക്കെ പൊട്ടിക്കണം. അതിനേക്കാളും മുന്നിൽ പിന്നെ നോക്കിയേ നമ്മുടെ കയ്പ്പയ്ക്ക, നല്ല നീളമുള്ള കയ്പ്പയ്ക്ക കേട്ടാ. കഴിഞ്ഞ വട്ടം ഞാൻ കവറിട്ട് കാണിച്ചില്ലേ, നല്ല നീളമുണ്ട്. പറയല് വെള്ളം നിൽക്കണു, കളയട്ടെ. അപ്പം ഇതിന് ഇനിയും ഉണ്ട് നമുക്ക് കുറേ കയ്പ്പയ്ക്ക നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കവറിടണം.
നല്ല നീളം വരും കേട്ടോ. അപ്പം ഞാൻ കവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇടാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ ഒരാൾക്ക് വെള്ളമുണ്ട്. അതിപ്പോൾ എന്താണാവോ, ഞാൻ പറഞ്ഞില്ലേ കവചൊന്നും ഒരു കാര്യമില്ലാണ്ട് ഈ മഴക്കാലത്ത്. കാരണം തെളിച്ച് കൊടുക്കുക, പിന്നാലെ മഴ പെയ്ത് പോവും. അതുകൊണ്ട് തന്നെ കയപ്പിക്കുകയും എല്ലാത്തിനും നമ്മൾ കവർ ഇടേണ്ട പോലെയാണ്. ഇപ്പോൾ നന്നായിട്ടുണ്ടാവേണ്ടിട്ടോ ഈ കയ്പേമേ. അവസ്ഥ കുഞ്ഞു കുഞ്ഞീതുകൾ എത്രയാണെന്നറിയുണ്ടായി നിൽക്കണേ. അപ്പോൾ ഭയങ്കര കുഞ്ഞിതാകുമ്പോൾ തന്നെ ഇടാട്ടാ. ഈ ഒരു വലിപ്പം വരുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതാണ് അവർക്ക് നോക്കി. അതുകൊണ്ടാണ് ആ കവറിലുള്ളതൊക്കെ നമുക്ക് നാശാവാതെ കിട്ടിയത്. ഇവിടെ ആ 1-2 നമ്മൾ കണ്ടില്ല, ഇതിൻ്റെ ഇടയിൽ കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഓട്ട കുത്തി. കവറിടുന്നതൊക്കെ നല്ല വലിപ്പത്തിലുണ്ടായി കിട്ടുന്നുണ്ട്. അപ്പം ഇതാ ഒരുവിധം നമ്മൾ കണ്ടേനൊക്കെ കവർ ഇട്ടു കൂട്ടാ. ഇനിയിപ്പോൾ എന്നാലും കാണാനില്ല. ഇനി നമുക്ക് നമ്മുടെ ചെണ്ടുമല്ലിക്ക് ചാണിട്ട് കൊടുക്കണം. ഓണാമ്പയ്ക്ക് പൂ കിട്ടുമെന്ന് വിചാരിക്കണു. കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണത്. അധികം വലുപ്പമായിട്ടില്ലായിട്ട് എത്രയായിട്ടുള്ളൂ, എന്നാലും ഇട്ട് കൊടുക്കണം ചാണം. ഇത് പിന്നെ നമ്മുടെ പടവലട്ടാ. ഇതേ അതായത് ഈ മഴക്കാലമായാലും എനിക്ക് ഒറു പിടിക്കാത്ത സ്ഥലമാണെങ്കിൽ, നമ്മുടെ ഈ പറമ്പിൽ ഒറു പിടിക്കൽ കുറച്ച് കുറവാണ്. പക്ഷെ അവിടെ നോക്കി നല്ല വഴുതനങ്ങ കടയ്ക്കും പോയിട്ടാ. ഉറപ്പൊന്നുമില്ല, എന്നാലും നമ്മൾ പടവല കയറി കിട്ടിയിട്ടുണ്ട്. കയറി കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പോവാറുമില്ല. ഒറു പിടിക്കാതിരുന്നാൽ മതി. നമ്മുടെ വെള്ള വഴുതനങ്ങ ഉണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ വെള്ള വഴുതനങ്ങ ഒരു മുറിക്കുന്നത് കാട്ടിയില്ലേ, പൊട്ടിക്കണത്. ഇപ്പം നോക്കി അതിൻ്റെ കട പോയി. ദേ കണ്ടോ, ഈ ഒരു കട പോയി. ഇത് രണ്ടാമത്തെ ഒരു കടയും കൂടി ഉണ്ടായിരുന്നു, അതും പോയി. നല്ല ഭയങ്കര വെള്ള വഴുതനങ്ങയായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയപ്പോൾ മാലാക വഴുതനങ്ങ നമുക്ക് കമന്റ് ഇട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ പോകുമ്പോൾ പൊട്ടിച്ചു കൊണ്ടുപോകാം. ഇപ്പം ഈ ഒരു വഴുതനങ്ങയ്ക്ക് വലിയ കേട് കാണാനില്ല, പക്ഷെ അറിയില്ല ഞാൻ എങ്ങനെയാന്നുള്ളത്. നിൽക്കുന്നുണ്ട്, പക്ഷെ വെള്ള വഴുതനങ്ങ എല്ലാ കടയും പോയി. ഇത് നമ്മുടെ ചെണ്ടുമല്ലിക്ക് ഇനി വേഗം ചാണിട്ട് കൊടുക്കാം. നല്ല മഴ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മഴ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട്. പിന്നെ നമ്മുടെ മുളക്, ഈ മുളകൊക്കെ പോകുമ്പോൾ ഒന്ന് പൊട്ടിക്കണം. കണ്ടോ ചെണ്ടുമല്ലി ചിലതൊക്കെ നല്ല വലുപ്പം വന്നിട്ടുണ്ട്, ചിലതൊന്നും അങ്ങനെ ആയിട്ടില്ല. നമ്മൾ ചാണ ഇട്ട് കൊടുത്തിട്ട് വേണം ഞാവണെങ്കിൽ. അധികം കടതോടെ ഇട്ട് കൊടുക്കും. അപ്പം തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കും. ഇവർക്ക് ഇനി വടിയും കൂടി കുത്തി കൊടുക്കേണ്ട ഒരു കേട്ടോ. ഇവർ വളരുന്നതനുസരിച്ച് വടി കുത്തി കൊടുത്തില്ലെങ്കിലേ ഇവർ പെട്ടെന്ന് വീഴും. അങ്ങനെയുണ്ട്. ഇപ്പം തൽക്കാലം ചാണിട്ട് കുറച്ച് മണ്ണ് കടക്കിലേക്ക് ഇട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ ഇതേപോലെ നമുക്ക് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ എണ്ണം. ഈ ഒരു വരി വെച്ചിട്ടുണ്ട്, ഈ ഒരു വരി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചാണിട്ട് മണ്ണിടും. ഇന്നിപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള കുറേ ഉണ്ട്. എല്ലാവർക്കും ഇന്ന് ഞാൻ ചെയ്യില്ല, കാരണം നിസ്സാര ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മണ്ണൊക്കെ മാന്തിയിട്ട് വരുമ്പോൾ. അപ്പോൾ ഒരു 10-15 എണ്ണത്തിന് എന്നിങ്ങനെ ഇടും. പിന്നെ അതേപോലെ നാളെ വന്നിട്ട് ഇതേപോലെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ വന്ന് ചെയ്യാട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഷായിട്ട് ഫ്രീ ആണെങ്കിൽ ഞാനിങ്ങനെ ചാണിട്ട് പോവും. അപ്പോൾ പിന്നെ ഷായിട്ടും ചെയ്ത് തന്നോളൂ.
അപ്പം ഞാൻ ഈ ഒരു വരി ഫുള്ള് ചാണിട്ട് ചെണ്ടുമല്ലിക്ക് ഇതാ മണ്ണുള്ളും കഴിഞ്ഞു കേട്ടാ. ഇനി കുറേ ഉണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ചെയ്യണില്ല. ചിലപ്പോൾ ഇന്ന് നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി ചാണം കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ ഷായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നെ ഷായിട്ട് മണ്ണിട്ടോളൂ. നമ്മുടെ വീട്ടിലേ നോക്കിയേ ഒരു പുതിയ മുളക് ഉണ്ടായി നോക്കണേ. സാധാരണ മുളക് പഴുത്തുണ്ടെങ്കിൽ ചുവപ്പ് കളറല്ലേ വരാറ്, കിഴക്കൻ മുളകാട്ടത്. പക്ഷെ ഈ മുളക് നോക്കിയേ പഴുത്തപ്പോൾ ഇത് ഓറഞ്ച് കളർ കണ്ട. ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ മുളക് കാണണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു കടയുമ്പോൾ മാത്രമാണ് ഈ ഒരു കളർ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാതും സാധാരണ പോലെ പഴുക്കുമ്പോൾ ചുവപ്പ് കളർ ഇട്ടാ. നമ്മുടെ കയ്യിൽ ഉണ്ടമുളക് ഉണ്ട്, മഞ്ഞ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ വരുന്നത്, അത് ഞാൻ കാട്ടിത്തരാം. പക്ഷെ ഇത് ആദ്യമായിട്ട് കാണണേ ഇതേപോലത്തെ. കണ്ട, ഈ ഒരു ഉണ്ടമുളക് ഇതേപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവപ്പ് കളർ ഇട്ടാ. ഇതിൻ്റെ തന്നെ വേറൊരു മുളകുണ്ട്, അത് കാട്ടിത്തരാം, എന്നിട്ട് പൊട്ടിക്കാം നമുക്കിത്. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളർ വരുന്നത് ഇട്ടാ. കണ്ട, ഈ മുളക് കണ്ട, ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കളറാണ് മഞ്ഞ. അപ്പം അങ്ങനെ ഒരു 2 തരം മുളക് ഇപ്പോൾ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഈ മഞ്ഞ കളറുള്ള മുളക് നമ്മൾ മുന്നും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇവരൊക്കെ നന്നായി വരാണെങ്കിൽ അതേപോലെ തന്നെ നന്നായിട്ടുണ്ടാവും. നമുക്ക് അവിടെ തന്നെ പൊട്ടിക്കാം. ആ മുളകൊക്കെ പൊട്ടിക്കേണ്ടതാ. നമ്മൾ ഈ മുളക് പഴുപ്പിച്ചതൊന്നല്ല കേട്ടാ, പൊട്ടിക്കാൻ നേരെ വയ്യ, കാരണം പഴുത്തതാ. ഈ ഒരു സമയത്ത് നമ്മൾ അധികം പഴുപ്പിക്കാനും നിർത്തില്ല മുളക്. കാരണം എന്താണെങ്കിൽ അത് നമുക്ക് ഉണക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഈ മുളകില്ലേ എന്തൊരു ടേസ്റ്റ് എന്നറിയോ. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ ചാമ്പക്കായയിൽ ഈ മുളക് ഇട്ടുണ്ടായിരുന്നേ, ഭയങ്കര രസമാണ്. നല്ല എരിവൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക എരിവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ലേ. ചമ്മന്തി അരിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുക്കളയിൽ സ്ഥിരം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മുളക് ഉണ്ടായി തുടങ്ങിയ പിന്നെ ചമ്മന്തി ഇല്ലാതെ ഒരു ദിവസം പോലും ഇല്ല. എനിക്ക് എന്താ ഭംഗി നോക്കിയേ. എന്താ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇപ്പോഴും പറയും ഞങ്ങളൊക്കെ ഇതിൻ്റെ പ്രാന്തം മുളകെന്ന് പറയും. കാരണം അത്ര എരിവാണ്, അങ്ങനെ കേട്ടോക്കണേ. അപ്പോൾ നോക്കിയേ, നമ്മളിത് ഇത്രയും മുളക് പൊട്ടിച്ചെടുത്തു കേട്ടാ. ഈ മുളകൊക്കെ കാണുമ്പോഴേ ഭയങ്കര കൊതിയാ. എരിവിൻ്റെ അല്ല, ആ കുറച്ച് ഉള്ളിയും ഇത്തിരി അവിടെ പിഴിഞ്ഞ് ഒഴിക്കുന്ന പുളിയില്ലേ, കോൽപ്പുളി, അതൊക്കെ ഇട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അരയ്ക്കാണ്ടേ നമ്മുടെ ഒരല് പോലത്തെ സംഭവമില്ലേ, അതിലിട്ടിട്ട് അങ്ങോട്ട് ചതച്ച് അതിലിത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമ്മുടെ മഞ്ഞമുളക് പൊട്ടിക്കാം. മഞ്ഞമുളക് പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മുടെ കൊത്തമല്ലി ഇടും പൊട്ടിക്കാം. കൊത്തമല്ലി പൊട്ടിക്കുമ്പോഴേ സൂക്ഷിച്ച് പൊട്ടിക്കണം. കാരണം ഞാല് പോലെ നിൽക്കുന്നത് പോലും കൊത്തമല്ലി ആയിരിക്കും. ഇതിങ്ങനെ കണ്ട ഈ ചെറിയ ഞാല് പോലെ ഇതൊക്കെ കൊത്തമല്ലി ആവാളതാണേ. നമുക്ക് ചെറിയ ഉപ്പേരിക്കുള്ളതൊക്കെ എത്ര മഴക്കാലം വന്നാലും ഉണ്ടായി കിട്ടൂട്ടാ. വേനൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറമ്പിൽ വന്നൊരു മുറം നിറച്ച് ഈ പച്ചക്കറിയായിട്ട് പോകാൻ പറ്റുക. പക്ഷെ വർഷക്കാലം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് അത്യാവശ്യം വയ്ക്കാനുള്ള പച്ചക്കറികൾ മാത്രമേ നമുക്ക് പൊട്ടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അവിടെ ഒരു കൊത്തമ്പരി ഉണ്ട്, അതിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നോക്കിയേ, ഇതാണ് നമ്മുടെ മരം വെണ്ട എന്ന് പറയും. കണ്ടോ, ഇത് നമ്മൾ വേറെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ
ഈ മരവണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് സമയത്ത് ഓടി വന്നാലും നമുക്ക് വെണ്ടക്കായ പൊട്ടിക്കാൻ കിട്ടും കേട്ടോ. ഇതിങ്ങനെ കൊമ്പും ജില്ലയൊക്കെ ആയിട്ട് വളരാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ള നമ്മുടെ നോക്കിയ കുക്കമ്പർ, അതായത് കുക്കമ്പറാണ്. നല്ല ഭംഗിയിൽ പടർന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല അതാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടോ, ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കവർ ഇടണ ചെറിയൊരു ഓട്ട കുത്തിയ പോലെ. പിന്നെ ഇതാ ഇതിൻ്റെ എക്കിലൊക്കെ ഉണ്ടാവണ കണ്ട. അതെ ഇങ്ങനെ എല്ലാ എക്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവർ. ഇങ്ങനെ പടർന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കാനില്ല, ഉണ്ടായി കിട്ടുന്ന ഉറപ്പാണ്. അങ്ങനെയുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ അവിടെയുള്ള കുറച്ചും കൂടിയുള്ള കൊത്തമരം പൊട്ടിക്കാം. നമ്മുടെ ഈ കൊത്തമരമ്മ കണ്ടോ ഉണ്ടായി നോക്കണേ, ഇതേപോലെ നിറയെ ഉണ്ടാവും. ഇപ്പോൾ ആ കൊത്തമരമ്മ നമ്മളിപ്പോൾ അത് കെട്ടിക്കും കൊടുത്തില്ലേ, നന്നായി ഉണ്ടായി തുടങ്ങും കേട്ടോ. ഇന്നപ്പോൾ നമ്മുടെ ഉച്ചയിലേക്കുള്ള കറിയിലേക്ക് ഒരു തോരനായി. കൊത്തമരം കൊണ്ടുള്ളൊരു തോരൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ നോക്കിയേ, എത്രയും കൊത്തമര, ഇത്രയ്ക്ക് കൊത്തമര മതി നമുക്കൊരു മെഴുക്കുപുട്ട് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മുടെ വെള്ള വഴുതിനിങ്ങനെ കടവട ആടിയിട്ടില്ലേ, അപ്പോൾ അതുമത്തെ ആ വഴുതിനെ കൂടി പൊട്ടിക്കാം നമുക്ക്. ഞാൻ മറന്നത് വിട്ടുപോയി. അല്ലെങ്കിൽ നമ്മുടെ കൊത്തമര പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണ്ടായിരുന്നേ, അത് അപ്പോൾ തന്നെ പൊട്ടിക്കാനുള്ള ഒരു ഓർമ്മയിൽ പോയില്ല. പൂവും വഴിക്ക് നമ്മുടെ മഞ്ഞമുളകിലും പൊട്ടിച്ചേർത്തെ. എന്ത് ഭംഗിയാ, മഞ്ഞ പച്ച ചുവപ്പ് നോക്കിയേ, എന്തൊരു നല്ല കോമ്പിനേഷനല്ലേ. കണ്ടോ എന്ത് ഭംഗിയാ. ആദ്യം തുടയ്ക്കട്ടെ, നിറയെ മണ്ണ് തെറിച്ചിരിക്കുക. ഇനിയിപ്പോൾ നമുക്കിതാ വീട്ടിൽ പോകാട്ടാ. നമുക്ക് ഈ സമയത്തൊക്കെ ഇതേപോലെ ഏട്ടാ പൊട്ടിക്കാൻ കിട്ടുള്ളൂ. ഒരു കുഞ്ഞേ മുറത്തിലേക്കുള്ളതൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങുള്ളൂ. വേനൽക്കാലം ആവണം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ വീണ്ടും നമുക്ക് പച്ചക്കറികളൊക്കെ നന്നായി തുടങ്ങും. ഇപ്പം ഇങ്ങനെ തട്ടിമുട്ടി അത്യാവശ്യത്തിനുള്ളതൊക്കെ പൊട്ടിച്ച് അങ്ങനെ പോവാം. അയ്യോ നമ്മുടെ ചീരി എടുക്കട്ടെ. ഇന്ന് നമ്മുടെ കോഴികൾക്കും നല്ല ഇഷ്ടമാവും കേട്ടാ. അച്ചടാ അമ്മയുടെ ചുക്കുട് മണികൾ എവിടെ? ഇത് കോഴി ബാബിക്ക് കൊടുക്ക നമുക്ക്. ഇത് കോഴി ബാബിക്ക് കൊടുക്ക. ഇതാ ബാബാ ഇന്നോട്ടാ. ആരത്? നമ്മുടെ പ്ലാറ്റിനും മോനും കല്യാണിക്കുട്ടി മൗടി വന്നിട്ടുണ്ടല്ലോ. ആരത് മാല ഊരിപ്പോയില്ല പോയിട്ട് പോൻ്റെ മിശിക്കുട്ടാ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഓ എന്താ പറയാല്ലേ, ഇത്ര നേരം എവിടെയായിരുന്നു എന്നാ? ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് പറമ്പേ പോയതാ. വേഗം വരാന്ന് വെച്ചിട്ട് പോ, വരുമ്പോ നേരം വേഗം. എൻ്റെ കല്യാണി ഇതാ മറന്നോളാം മോനെ അടുത്തത്. കുറച്ചു നേരം നമ്മളെ കാണണ്ടായല്ലോ, അതിന്റെ സന്തോഷം ഇവിടെ എത്തിയപ്പോ അവരെ കളികള്. പിന്നെ അങ്ങോട്ട് ഭയങ്കര വെപ്രാളം അവർക്ക്.
പറമ്പിൽ നിന്ന് വന്നപ്പോഴേ പിന്നെ വേഗം നമ്മുടെ കാർപോർട്സ് കഴുകാന്ന് വിചാരിച്ചു. അപ്പോൾ കേട്ടോ കാർപോർട്സ് കഴുകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ അംബ്രൂസും ടൈസിനും ഒക്കെ വേഗം മാറി തരും കേട്ടോ പേളിക്കുട്ടിയേക്കും. അപ്പോൾ നമ്മുടെ കാർപോർട്സിൽ പെട്ടെന്ന് അഴുക്ക് വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, നമ്മുടെ മഴ പെയ്യുമ്പോൾ റോഡിലൊക്കെ ഒരു വെള്ളം നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിലും കൂടിയിട്ടും എന്തായാലും ആ ഒരു അഴുക്ക് തന്നെ വരും. പിന്നെ ചെടികളൊക്കെ വയ്ക്കുമ്പോഴും ആ മണ്ണിൻ്റെ ഒരു കറിയൊക്കെ കിട്ടി എങ്ങനെ ഒരു ചെയ്യല അങ്ങനെ ഒരു വൃത്തിയാകാത്ത പോലെ തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും. പിന്നെ ഞാൻ എന്നാലും അത് ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ നന്നായിട്ട് ഉറച്ച് കഴുകും. അത് കാരണമാണ് ഇത്ര വൃത്തിയിലത് ആക്കി കിട്ടുന്നത് കേട്ടോ നമുക്ക്. നമ്മുടെ മുന്തിരി നോക്കിയേ, ഞാൻ 2-3 കൊല പൊട്ടിച്ചെടുത്തു കേട്ടാ. കാരണം ഇലയ്ക്ക് കൊഴിയുക മഴയാണ്. അതിലെന്താണെന്നറിയില്ല, ഇലയ്ക്ക് ഭയങ്കര കൊഴിച്ചിൽ. മുന്തിരിക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. എന്നാലും ചെറിയൊരു കളർ മാറിയപ്പോൾ ഒരു 3 കൊല മുന്തിരി പൊട്ടിച്ചെടുത്തു. ഇനി ഇതെന്തെങ്ങനെയല്ല ഇതേപോലെ ആവണേന്ന് ആർക്കെങ്കിലും അറിയും. നമ്മൾ മഴ പെയ്യുമ്പോൾ ഇനി അതിൻ്റെ മുകളിൽ വല്ല ഷീറ്റ് ഇടണോ എന്താണെന്നറിയില്ല ഞങ്ങൾക്ക്. ഇതിനെ കുറിച്ചിട്ടിട്ടാ പറഞ്ഞെന്നുള്ള ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ. ഞാൻ എപ്പോഴേ നമ്മുടെ മുരിങ്ങല പൊട്ടിക്കാൻ കറി വയ്ക്കാനേ മുരിങ്ങയുടെ കൊമ്പൊക്കെ വെട്ടാറായിട്ടുണ്ട്. ഒരു വട്ടം മുരിങ്ങക്കായ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൊമ്പ് വെട്ടണം. അപ്പോൾ വെട്ടാറായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ദിവസം ഷായൻ്റെ ഒഴിവെന്നൊക്കെ ഷായിട്ട് വെട്ടുട്ടാ. അപ്പോൾ ഇപ്പം ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മുരിങ്ങക്കായ ഉണ്ടാവാറാകുമ്പോഴേക്കും അവരാവശ്യത്തിന് വലുതായി നമുക്ക് കയ്യെത്താവുന്ന രീതിയിൽ പൊട്ടിക്കാൻ കിട്ടേ. മുരിങ്ങലയും പരിപ്പിട്ട് വയ്ക്കാനാ. നമ്മുടെ കൊത്തമര കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയും അതേപോലെ തന്നെ പരിപ്പ് മുരിങ്ങലും കൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടാ. അപ്പം നമ്മുടെ കുക്കറിൽ പരിപ്പ് അടപ്പത്തിട്ട് അതൊരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വരാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. എൻ്റെ പരിപ്പ് പെട്ടെന്ന് വേവണതാണ്. അപ്പോൾ ഒരു വിസിലടിച്ച് അപ്പം തന്നെ ഞാനിങ്ങനെ തുറന്നു വയ്ക്കും, പെട്ടെന്ന് അതിലത്തെ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മുടെ കൊത്താമ്പര കഴുകി എടുത്തിട്ടുണ്ട്. കൊത്തമ്പര കൊണ്ട് മെഴുക്ക് പുരട്ടിയ നാളികേരൊക്കെ ചെരുക്കിയിട്ടേ. പിന്നെ ചോളം പുഴുങ്ങായിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ആര്യമോനെ. അപ്പോൾ ഇതായിട്ടുണ്ട്, എടുത്ത് കൊടുക്കട്ടെ. ചൂടാറാൻ കൊണ്ടേക്കട്ടെ. നമ്മുടെ കൊത്തമ്പര മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ട് നാളികേരമൊക്കെ ഇട്ട് സാധാരണ ഉള്ളി മുളകും കുത്തലോ വേപ്പിലേക്കും കൂടിയിട്ട് അവർക്ക് ചതച്ച് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മളതിൽ കൊത്തമ്പര ഇട്ട് കുറച്ച് നാളികേരമൊക്കെ ഇട്ട് ഇളക്കണതാണ് കേട്ടോ. ഒപ്പം തന്നെ ഇതാ നമ്മുടെ മുരിങ്ങയിൽ പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ മുളക് കിട്ടിയതല്ലേ, നമ്മുടെ ഉണ്ടമുളക്, അതുകൊണ്ട് ഒരു ചമ്മന്തി കൂടി അടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ 2 കറി അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു കറിയല്ല കേട്ടോ. നമ്മുടെ ചാളക്കറി ഉള്ള കാരണം അതും ഇതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൊത്തമ്പര കിട്ടിയപ്പോൾ എനിക്ക് തോന്നി കൊത്തമ്പര കൊണ്ട് എന്തായാലും ഒരു തോരൻ വയ്ക്കണമെന്ന്. അപ്പം പിന്നെ ഒരു പരിപ്പ് മുരിങ്ങലും കൂടി ഒരു കറി, എന്തായാലും ഒരു കറി വയ്ക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പം പിന്നെ അതുകൊണ്ട് വെച്ചതാട്ടാ. അപ്പം നമ്മുടെ ചമ്മന്തി ഞാൻ അരയ്ക്കാം. ഞാൻ പറഞ്ഞില്ല ഞാൻ എങ്ങനെ അരയ്ക്കാറില്ലെന്ന്. അപ്പം എന്തായാലും നമ്മുടെ മുളക് എടുത്തൊരു ചമ്മന്തി കൂടി അരയ്ക്കാം നമുക്ക്. ഒരു മുളക്, ഇനി ഉള്ളിയെടുക്കാം. അതായത് നമ്മുടെ ഈ മുളകിന് ഉള്ളി ഇത്തിരി കൂടുതൽ വേണം, അതാണ് ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നോക്കി നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചമ്മന്തിയിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കി ഒരു മുളകും ഇതാ ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്രയും നമ്മൾ കോലിപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് എരിവ് കൂടുതലാണ്. എരിക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മുളക് ഒന്ന് പതുക്കെ ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്.
ഇത് കണ്ടോ, നമ്മൾ മുളക് ഇതേപോലെ ചതച്ചു കിട്ടാ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പുളി, കുറച്ച് ഉപ്പും, പിന്നെ ഇതാ ഓരോ ഉള്ളിയായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ ചതയ്ക്കാട്ടാ. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്, ഈ മുളകിൻ്റെയൊക്കെ. ഇനി ഈ സമയത്ത് നമുക്കിതിലൊരു തുണ്ട പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ചതഞ്ഞിരിക്കാനേ പാടുള്ളൂ. കണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ 1/2 ടീസ്പൂണ് അത്രയും പച്ച വെളിച്ചെണ്ണ മതി കേട്ടോ. നമ്മുടെ ചമ്മന്തി ഇതവിടെ റെഡിയായി. അയ്യോ, ഊണം കഴിക്കാനായിട്ടേ ഭയങ്കര ടേസ്റ്റായിട്ടത്. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചമ്മന്തി അരച്ചതാ. ഇതിന് പറ്റിയൊരു മൂടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂടി വെച്ച് ഇവിടെ എപ്പോഴും സ്ഥിരം ചമ്മന്തി റെഡി ആയിട്ടാ. അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും റോട്ടിൽ ബേബി മെറ്റിൽ അടിക്കുന്നുണ്ട്. കാരണം നമ്മളവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കും. അപ്പോൾ ചെയ്യാതെ നടക്കില്ല. എല്ലാ വർഷവും ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ചൊരു കുറവ് കിട്ടാറുണ്ട്. ഈ വട്ടം അത്രയും ശക്തിയിൽ മഴ പെയ്യാത്ത കാരണം അങ്ങനെ വെള്ളം കയറിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടാ. എന്നാലും നമ്മൾ നേരത്തെ തന്നെ അതുകൂടി ചെയ്യാണ്. എന്താ പറയുക, വെള്ളം വരാതിരിക്കാനുള്ള ഒരു തട. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ റോട്ടിലും നമ്മുടെ കാർക്കോടത്തിൽ കുറച്ച് ഇങ്ങനെ വെള്ളം കയറേ. ഈ വട്ടം അത് വരില്ല എന്ന് വിചാരിക്കുന്നു. മഴ അതിനുള്ളത് പെയ്തിട്ടുമില്ല. ചേട്ടാ അംബ്രൂസ് പേര് തെറ്റി. അംബ്രൂസിൻ്റെ കൊണ്ട് പേര് തെറ്റി. അത് ചേട്ടനല്ലേ? എന്തിട്ടാ ഇതല്ലേ ചോളയ്ക്ക് കനം കുറവ്, പക്ഷെ നല്ല ടേസ്റ്റിനായി തോന്നുന്നത്. മതിയാവില്ല അത് മാത്രം. ചേട്ടെ ഏത് ടൈലാ? പക്ഷെ ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കാതെ അറിയില്ലല്ലോ താഴ്ന്നു. ആ ഏ ഇത് മതി നമുക്ക്. ചേട്ടനെ ചക്ക കൊണ്ടുവന്നതാ. അപ്പം ഞങ്ങൾ ഏതാ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടാ. അടിപൊളി ഫുഡാ, നേരം ഇരുന്ന് കഴിക്കുന്നത്. അപ്പൊ അതായത് എന്തായാലും ഭയങ്കര രുചി കൂടുന്നു. അതേത് മെറ്റിലൊക്കെ നേരത്തെ പ്ലേസിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ച് നേരം വൈകി. ഇന്ന് പരിപ്പും മുരിങ്ങലയും സൂപ്പറാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതെന്ന് ചമ്മന്തിയാട്ടാ. ചമ്മന്തി സൂപ്പർ. ഇത് എല്ലാത്തിനും പറ്റിയത് ചമ്മന്തി. ഇപ്പം നമ്മൾ സ്ഥിരം വെക്കുന്നുണ്ട് കേട്ടോ വീട്ടില്. എന്നും ചമ്മന്തി ഉണ്ടാവും ഇപ്പോൾ. ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് പ്രതിരോധശേഷിയുടെ ഇഞ്ചക്ഷൻ എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ അടുത്ത് മൃഗാശുപത്രി ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഈ മരുന്ന് കിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണം. ഒരു മരുന്നിൻ്റെ വില എന്ന് പറയുന്നത് 400 രൂപയാണ്. പക്ഷെ അവിടെ നിന്ന് ഡോക്ടർ വന്നിട്ട് നമുക്ക് വീട്ടിൽ വന്ന് ഇവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ വർഷവും നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തു. ഇപ്പോൾ വീണ്ടും രണ്ടാമത് എടുക്കണ ഡേറ്റ് ആയി. അപ്പോൾ ഇതാ എല്ലാവർക്കും ഒരു ദിവസം തന്നെ ഇഞ്ചക്ഷൻ എടുക്കണത് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും ബർത്ത്ഡേ വിഷയാനും ഉണ്ട്. അപ്പം അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം കൂടി പറയാട്ടാ. അപ്പം ഞാൻ ആദ്യം ഒരു ദിവസം കേട്ടോ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ പണ്ടായിരുന്നു മാടൻകൊട്ടാന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെലിഫിലിം കാണാനായിട്ട് പണ്ടായിരുന്നു. അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെയാണ്.
വിനീതിൻ്റെ, കുറേ പേർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ആ മാടൻകോട്ടയുടെ 2ാമത്തെ ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാട്ടാ. അപ്പോൾ അന്ന് കണ്ടവരൊക്കെ ചോദിച്ചിരുന്നു നമ്മോട് പലപ്പോഴും എന്നാണ് 2ാം ഭാഗം ഇറങ്ങണേന്നുള്ളത്. അതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാം. മംഗളം രവീന്ദ്രൻ്റെ പേരക്കുട്ടി ദിയാമോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ജൂലൈ 2-ന്. അപ്പോൾ ജൂലൈ 2-ന് ബർത്ത്ഡേ ആഘോഷിച്ച റിയ കുട്ടിക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. അതേപോലെ തന്നെ റിയ കുട്ടിക്ക് ഹായ് പറയാനും പണ്ടായിരുന്നു. ഹായ് റിയ കുട്ടി. മഹിത മാധവൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ജൂലൈ 2-ന്. അപ്പോൾ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ അനിയത്തി കുട്ടിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ജൂലൈ 2-ന് ബർത്ത്ഡേ ആഘോഷിച്ച മഹിത മാധവൻ്റെ അനിയത്തി കുട്ടിക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. ബിന്ദു മോഹൻ ഹായ് ബിന്ദേച്ചി. വിമല സിബി ഹായ് വിമല. ഇനിയപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അയ്യോട്ടാ. ഇന്ന് കുട്ടികൾക്ക് രാത്രി കളി കാണുമ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കളി 12:30-ക്കാണ്, പിന്നെ പുലർച്ചയ്ക്കാന്ന് പറയണ്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ മൂടി വയ്ക്കുള്ളൂ. അവരവിടെ സമയമാകുമ്പോൾ എടുത്തുകൊണ്ട് പോയി കഴിക്കാതെ പറഞ്ഞു നോക്കണേ. ഞാനേ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടി അങ്ങനെയുള്ളതൊന്നും ഇടില്ല കേട്ടാ. ഞാൻ മൈദ ഇടും, പിന്നെ അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി അതിൻ്റെ കൂടെ ഇടും, പിന്നെ നമ്മുടെ ഇത്തിരി പഞ്ചസാര ഇടും, പിന്നെ എന്താ പറയുക ചെറുതായിട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തുണ്ട് ഉപ്പും കൂടി ഇടും, പിന്നെ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും കേട്ടോ. ഇത്രയും കാര്യങ്ങളെ ചെയ്യണുള്ളൂ. സോഡാപ്പൊടിയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വേറി വരും. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴും വേറി വരുന്നതിനൊന്നും ഒരു കുറവില്ല കേട്ടോ. കണ്ടോ, നമ്മൾ പഴംപൊരി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് മറിച്ചിടാറായപ്പോൾ അതിങ്ങനെ പൊന്തി വന്നു. എന്നിട്ട് മറിച്ചിട്ടത് കേട്ടോ നമ്മൾ. കണ്ടോ, നമ്മളിങ്ങനെ ആക്കിയിട്ടും കണ്ടോ നല്ല പോളച്ചോണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോഡാപ്പൊടി അങ്ങനെയൊന്നും ഇടേണ്ടതായിട്ട് ആവശ്യമുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഞാൻ മുഴുവനോടെ ഇടാട്ടാ പഴംപൊരി ഉണ്ടാക്കുമ്പോഴേ പഴം. കാരണം മുഴുവനോടെ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി കൂടി വലിയ പാത്രം, പിന്നെ അതനുസരിച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ അതൊക്കെ ഒഴിക്കേണ്ടി വരേ. അപ്പം അത് കാരണം ഇങ്ങനെ നടുമുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി ഇരുന്നൊന്ന് ചൂടാറട്ടെ. ഇനിയിപ്പോൾ ഇതെല്ലാം കാസ്ട്രോളിലാക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ അവരെ സമയമാകുമ്പോൾ വന്നെടുത്ത് കഴിച്ചോളും. ഇപ്പോൾ ഒരു 11:50 ആയിട്ടുണ്ട് കേട്ടോ, ടൈം കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.